നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന ഭാഗം ക്യാൻവയിൽ എങ്ങനെ ലോഗോ ഡിസൈൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ ആദ്യമായിട്ട് ക്യാൻവ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുന്നു. ഞാനിങ്ങനെ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെർച്ച് ബാറിൽ നമുക്ക് വേണ്ടത് ലോഗോയാണെങ്കിൽ ലോഗോ എന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം എൻ്റർ അടിക്കുമ്പോൾ ലോഗോയുടെ കുറേ അധികം ടെംപ്ലറ്റുകൾ നമുക്ക് കാണുവാനാകും. അതിൽ നമുക്ക് അനുയോജ്യമായ ഒരു ലോഗോ നമുക്ക് എടുക്കുക. അത് നമുക്ക് വേണ്ടത് ആ ബ്യൂട്ടിക്കിൻ്റെ ലോഗോ ആയതുകൊണ്ട് ഞാനിവിടെ ഈ സൈഡിൽ ടെംപ്ലറ്റുകൾ വരുമല്ലോ, ഈ ടെംപ്ലറ്റ് എടുത്ത ശേഷം അവിടെ ബ്യൂട്ടിക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ബ്യൂട്ടിക്കിന് പറ്റിയതായ ലോഗോകൾ ഈ സൈഡിൽ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പറ്റിയ ഒരു ലോഗോ എടുക്കാം. ശരിക്കും പ്രൊഫഷണലി ലോഗോ ഡിസൈനിങ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. അതിനുള്ള എലമെൻറ്റുകളൊക്കെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് പ്രൊഫഷണൽ രീതി. ഇപ്പം ഇതിനുള്ള പരിമിതി, ക്യാൻവയിലുള്ള പരിമിതി ഉള്ളത് കൊണ്ട് ഇതിലെ ടെംപ്ലറ്റുകൾ വെച്ചിട്ട് നമ്മളങ്ങ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെംപ്ലറ്റ് എടുക്കുന്നു. ഇതാണ് ഞാൻ നോക്കിയിട്ട് കൊള്ളാൻ തോന്നി. അപ്പോൾ ഞാൻ എന്നിട്ട് അതിൻ്റെ ഈ ഫാഷൻ ഹൈറ്റ് എന്ന് ഇതിൽ കിടക്കുന്നത് മാറ്റിയിട്ട് അവിടെ ഏഞ്ചൽ ബ്യൂട്ടിക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫോണ്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റുവാൻ സാധിക്കും. ഫോണ്ട് മാറ്റാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ പോയിട്ട് നമുക്ക് ഈ ഫോണ്ടിൻ്റെ ആ സ്റ്റൈലിൽ തന്നെയാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് നോക്കുമ്പോൾ ഏകദേശം ഫോണ്ടിൻ്റെ ഷേപ്പ് മനസ്സിലാവും. നമുക്ക് പറ്റുന്ന ഒരു സ്റ്റൈലിലുള്ള ഫോണ്ട് ആ സൈഡിൽ പോയി നോക്കിയിട്ട് ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ അതുപോലെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോണ്ട് ആ രീതിയിലേക്ക് മാറിക്കൊള്ളും. അങ്ങനെ കുറച്ചധികം ഫോണ്ടുകൾ നോക്കിയതിന് ശേഷം നമ്മളൊരു ഫൈനൽ ഫോണ്ടിലേക്ക് എത്തിയാൽ മതിയാവും. ഇത് ഏകദേശം കൊള്ളാമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഈ ഫോണ്ടിനെ എടുക്കുകയാണ്. അതിൻ്റെ വലിപ്പം ഒരല്പം കൂട്ടുന്നു. ഇവിടെ വന്ന് ഒന്നുകിൽ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് നമ്മൾ അടിച്ച് കൊടുക്കുകയോ ചെയ്താൽ മതി. അതിനുശേഷം ബോട്ടിക്കിൻ്റെ ഫോണ്ടിന് നമുക്ക് പോരായിക തോന്നുകയാണെങ്കിൽ മറ്റൊരു ഫോണ്ട് അവിടെയും സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഏതാണ്ട് ഒരു ലോഗോയുടെ ഷേപ്പിലായിട്ടുണ്ട്. ഇതല്ല, നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ലോഗോയുടെ ഷേപ്പ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ ഈ ക്യാൻവാസിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്ലോഡ് മീഡിയ ക്ലിക്കിന് ശേഷം നമുക്കത് എടുത്തുകൊണ്ട് വരാവുന്നതാണ്. ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്ന ഭാഗത്ത് പോയി എടുക്കാം. ഇവിടെയൊക്കെ വല്ല ലോഗോയും കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് വരാം. ഇനി അതും അല്ലെങ്കിൽ ഇവിടെ എലമെൻറ്റുകളുണ്ട്. എലമെൻ്റ് എടുത്തതിന് ശേഷം അതിൽ നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എലമെൻറ്റുകളുണ്ടെങ്കിൽ അതിനെ എടുത്ത് വേണമെങ്കിൽ ഇങ്ങോട്ട് ഇതിനെ കൊണ്ട് അടുത്ത് നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെയുണ്ട്. ഫ്ലിപ്പ് ഹൊറിസോണ്ടലും ഫ്ലിപ്പ് വെർട്ടിക്കലും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഉപയോഗപ്പെടുത്താവുന്നതാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇങ്ങനെ കുറേയധികം എലമെൻറ്റുകൾ ഇവിടെ ഉണ്ടാകും. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് അതിനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
ബാക്ക്ഗ്രൗണ്ട് കളർ സാധാരണ ലോഗോയ്ക്ക് ഇങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരിക്കും. ഇങ്ങനെ വേണമെങ്കിൽ ലോഗോ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു ലോഗോയായി മാറ്റിക്കൊണ്ട് ഇങ്ങനെ ലോഗോ എന്ന രീതിയിൽ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് PNG അല്ല നമുക്ക് വേണ്ടത് JPG ഫയലാണ്, അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഡൗൺലോഡായി വരുന്നതിനെ നമുക്കെടുത്ത് ഉപയോഗിക്കാം. നമ്മുടെ അടുത്ത് വരുന്ന അതിപ്പം JPG ആയിട്ട് ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ്. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ഡൗൺലോഡ്സ് എന്ന ഫയലിൽ പോയാൽ മതി. ഇതാണ് ഡൗൺലോഡ്സ്. അതിൽ പോയി കഴിഞ്ഞാൽ ഇത് കിടക്കുന്ന കാണാൻ പറ്റും. ഇവിടെ കിടക്കുന്നത് അതിനെടുത്ത് നമുക്ക് നമ്മുടെ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ഭാഗത്തേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ഇവിടം വരെ ചെയ്തു, അതിൽ പോയി ഇങ്ങനെ നമ്മൾ പോസ്റ്റർ ചെയ്തത് ഇവിടെ കിടപ്പുണ്ടാവും. അതിനെ പോയി എടുത്തിട്ട് അതിനുള്ളിലേക്കുള്ള നേരെ പ്ലേസ് ചെയ്താൽ മതിയാവും. നമ്മൾ റീസെൻ്റായി ചെയ്ത പോസ്റ്റർ ആണല്ലോ, സോഷ്യൽ മീഡിയ പോസ്റ്റർ ചെയ്തതിനകത്ത് റീസെൻ്റായിട്ട് ഞാൻ ചെയ്ത ഫോട്ടോ കണ്ടില്ല, അതുകൊണ്ട് തൽക്കാലം ഞാൻ മറ്റൊരു പോസ്റ്റർ എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ആ ലോഗോ കൊണ്ടുവരുന്ന രീതി കാണിക്കുക. ഇങ്ങനെ അപ്ലോഡിൽ ക്ലിക്ക് ചെയ്ത ശേഷം അപ്ലോഡ് മീഡിയ, അത് ഡൗൺലോഡ്സിൽ കിടക്കുന്ന ലോഗോവിനെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിവിടേക്ക് ലിസ്റ്റ് ചെയ്യും. അത് ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവരാം. അതിന് ശേഷം നമുക്ക് ആവശ്യമായ സ്ഥലത്ത് അതിനെ കൊണ്ട് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പ്ലേസ് ചെയ്ത ശേഷം നമുക്ക് ലോഗോ പോസ്റ്ററിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.